ഓമന പുത്രനായി മക്കത്തുതീത്തവരെ നബിയെ അന്ത്യപ്രവാചകരെ റസൂലേ റസൂലേ സന്മാനം. ഉത്തരം പറയൂ സമ്മാനം നേടാ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മജീദ് കരുവാരക്കുണ്ടാണ്. നിങ്ങൾക്ക് എൻ്റെ അസ്സലാമു നമസ്കാരം. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗമാണ്, ഈ പരിപാടിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ആദ്യം ഒന്നാം ഭാഗത്തിന് പ്രൈസ് നേടിയ എന്നുവെച്ചാൽ ഉത്തരം പറഞ്ഞിട്ട് പ്രൈസ് നേടിയ ആളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ ഈ പാട്ട് ഒരുപാട് ആൾക്കാർ പാടിയിരിക്കണ്. അപ്പോൾ ഈ പാട്ട് ഫസ്റ്റ് പാടിയത് ചിത്ര ചേച്ചിയാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ കമൻറ്റിൽ ചിത്ര ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കണേ. പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ മറന്നുപോയി. എന്നുവെച്ചാൽ നിങ്ങളെ മൊബൈൽ നമ്പർ മാത്രം രേഖപ്പെടുത്തിയില്ല. കാരണം മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയാലുള്ളൂ എനിക്ക് ആളെ വെച്ചാൽ കുറേ ആൾക്കാർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നറുക്കെടുത്തുകാട് തീരുമാനിച്ചിട്ട് പിന്നെ നിങ്ങളെ എഴുത്തുക്ക് ഇതിൻ്റെ സമ്മാനം എത്തിക്കണമെങ്കിൽ നിങ്ങളെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തണം. അപ്പോൾ ഒരാൾ മാത്രമാണ് മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ആൾക്ക് ആ ആളെ ഫോണിൽ വിളിച്ചിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് ആളടുത്തേക്ക് ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ സമ്മാനം, ഈ 2 പേർക്ക് ചായപ്പൊടി ഞാൻ ഇന്ന് തന്നെ ഞാൻ കൊണ്ടേ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കമൻറ്റിൽ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയ ആളെ നമ്പർ 94 47 68 0 176. ഹലോ, നമസ്കാരം. ഇത് ഉത്തരം പറയുക സമ്മാനം നേടാന്ന് യൂട്യൂബ് ചാനലിൽ നിന്ന് മജീദ് കരുവാരക്കുണ്ടാണ്. അപ്പോൾ അതിന്റെ നറുക്കെടുത്തു. അപ്പോൾ അതില് കുറെ ആൾക്കാര് അതില് ഉത്തരം പറഞ്ഞിക്കണ്, ചിത്ര ചേച്ചി ഉത്തരം പറഞ്ഞിക്കണ്. പക്ഷെ അതില് ഫോൺ നമ്പർ ഇട്ടത് നിങ്ങൾ മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾക്കാണ് നറുക്ക് സ്ഥലം കിട്ടിയേക്കണ്. അപ്പോൾ ഞാന് നിങ്ങളെ വീട് എവിടെയാണ്? കാളിയാല് എവിടെ നിന്നാലും കാണാൻ പറ്റിയ? ഞാനപ്പോ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ എവിടെ? അതായിക്കോട്ടെ. ഞാന് 1 മണിക്കൂർ കൊണ്ട് ബോച്ചട്ടിന്റെ 2 പേർക്ക് ചായപ്പൊടിയോട് വരാം. പിന്നെ ഈ സമ്മാനം ചെറുതാണെന്ന് വെച്ചാലും ഈ ബോച്ചട്ടിയില് വെച്ചാല് പ്രൈസ് ഉണ്ടാവും. 25 കോടി 10 ലക്ഷം അങ്ങനെ അനേകം സമ്മാനം ഉണ്ടാവും. എന്നാ ശരി, 1 മണിക്കൂർ കൊണ്ട് എത്താം. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിനാണ് ഉത്തരം പറയൂ സമ്മാനം നേടാ എന്ന പരിപാടിയിലെ 2 പാക്കറ്റ് ബോച്ച ടീ ചായപ്പൊടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചായപ്പൊടി മേടിച്ചുകൊണ്ടു. ഈ ചായപ്പൊടിയിൽ ബോച്ച ടീ ചായപ്പൊടിയിൽ 25 കോടി തൊട്ടാണ്ട് അനേകം സമ്മാനം ഉണ്ടാകുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ പരിപാടിയിലെ ചോദ്യത്തിൻ്റെ പാട്ടാണ് ഞാൻ ഇനി പാടാൻ പോകുന്നത്. അപ്പോൾ ഈ ചെറിയ മൈക്കിലാട്ടോ ഞാൻ പാടുന്നത്. എല്ലാരും ചൊല്ലണ് കല്യാണി നെഞ്ചിലെന്ന്, കരിക്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കാര്യം പിന്നെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ് കല്യാണി നെഞ്ചിലെന്ന്, കരിക്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കാര്യം പിന്നെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിയിലെന്ന്, കൊടും കാടാണ് കരളിയിലെന്ന്. ഞാനൊന്ന് കേറിയപ്പോൾ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ, കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിക്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കാര്യം പിന്നെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. എന്തിന്നീ നോക്കണ് ചന്ദിരാനി ഞങ്ങളെ, അയ്യോ ചന്ദിരാൻ
അയ്യോ ചന്ദിരനിനങ്ങളെ ഞാനില്ലാമേ പോട്ട് കല്യാണ ചെക്കനുണ്ടേ തായി കല്യാണ ചെക്കനുണ്ടേ എല്ലാരും ചൊല്ലണ് കല്യാണി നെഞ്ചിലെന്ന് കാര്യം കല്യാണ് നെഞ്ചിലെന്ന് ചെണ്ടെന്നു വാങ്ങണം മുണ്ട് മുറിക്കണം പൂത്താലി കെട്ടിയിടണം പൊന്നിന് പൂത്താലി കെട്ടിയിടണം കളിയല്ല കിളിവാല് വെറ്റില തിന്നെന്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം എന്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം എല്ലാരും ചൊല്ലണ് കല്യാണ് നെഞ്ചിലെന്ന് കല്യാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് കേട്ടപ്പോൾ നീലക്കാര്യം പിന്നെ തുണ്ടാണ് കണ്ടതയ്യ ചക്കര തുണ്ടാണ് കണ്ടതയ്യ. അപ്പോൾ പാട്ട് എങ്ങനെയുണ്ട്? പാട്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക്? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, 1954 ഇറങ്ങിയ ഒരു സിനിമയിലെ പാട്ടാണ് ഈ പാട്ട്. ആ സിനിമേൻ്റെ പേരാണ് നീലക്കുയിൽ. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ച നായകൻ്റെ പേരാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഞാൻ 3 ആളെ പേര് പറഞ്ഞു തരാം. 1 മമ്മൂട്ടി, 2 മോഹൻലാൽ, 3 സത്യൻ മാഷ്. ഈ 3 പേരിൽ ഒരാളാണ് ഈ സിനിമയിൽ അഭിനയിച്ച ആൾ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഉത്തരം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി രേഖപ്പെടുത്തുകൊണ്ടു. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ വെച്ചാൽ കുറേ ആൾക്കാർ ഉത്തരമൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ മൊബൈൽ നമ്പർ ആകെ ഒരാളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ആൾക്കാണ് ഞാൻ കഴിഞ്ഞ നറുക്ക് കൊടുത്തത്, സമ്മാനം കൊടുത്തത്. അപ്പോൾ കുറേ ആൾക്കാർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നറുക്ക് എടുത്തിട്ടാണ് വിജയിക്കുന്ന ആളെ ഞാൻ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ മൊബൈൽ നമ്പർ മറക്കാതെ നിങ്ങൾ രേഖപ്പെടുത്തുകൊണ്ടു. ഉത്തരം പറയുന്ന ഒപ്പം തന്നെ നിങ്ങളെ മൊബൈൽ നമ്പർ കൂടി രേഖപ്പെടുത്തുകൊണ്ടു. അപ്പോൾ വിജയിക്കുന്ന ആൾക്ക് ബോബി സാറിൻ്റെ ബോച്ചേട്ടി ചായപ്പൊടിയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ 2 പേക്കാണ് ഞാൻ ചായപ്പൊടി ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ 3 പേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യോണ്ടു, സപ്പോർട്ട് ചെയ്യോണ്ടു. ഓക്കെ, അപ്പോൾ വരുന്ന ശനിയാഴ്ചയാണ് ഇത് നറുക്കെടുക്കുക. വരുന്ന ശനിയാഴ്ച നറുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ച 10 മണിക്ക് ഞാൻ ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ വീഡിയോസ് ഞാൻ രേഖപ്പെടുത്തും. അപ്പോൾ എല്ലാവരും കൃത്യം 10 മണിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഈ വീഡിയോസ് കാണാം. എന്ന് വെച്ചാൽ നറുക്കെടുക്കുന്നതും വിജയിക്കുന്ന ആൾക്ക് ഞാൻ സമ്മാനം 3 പാക്കറ്റ് ചായപ്പൊടി സമ്മാനം കൊടുക്കുന്നതും. അപ്പോൾ ഈ ബോച്ചേട്ടി ചായപ്പൊടിയിൽ 25 കോടി തൊട്ടുകാണ്ട് 10 ലക്ഷം അങ്ങനെ അനേകം സമ്മാനം ഈ ചായപ്പൊടിയിൽ ഉണ്ടാകും. എന്ന് വെച്ചാൽ ഈ ചായപ്പൊടിയിൽ ഒരു കൂപ്പൺ ഉണ്ടാവും. ആ കൂപ്പണിൻ്റെ നമ്പർ എന്നും രാത്രി 10 മണിക്ക് നറുക്ക് എടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ വീടിൻ്റെ തേപ്പിൻ്റെ വർക്കാണ്. അപ്പോൾ വർക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടോ. എൻ്റെ നമ്പർ ഇതിൻ്റെ മുകളിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ജീവിതമാർഗം പറഞ്ഞാൽ ഇതേമാതിരി തേപ്പിൻ്റെ വർക്ക് എടുത്തുകൊണ്ട് ഇതേമാതിരിയുള്ള കൂലിപ്പണിയാണ്. അപ്പോൾ ഞാൻ മറ്റേ വീഡിയോസൊക്കെ ചെയ്യൽ പറഞ്ഞാൽ പണിയില്ലാത്തന്ന് അല്ലെങ്കിൽ പണി കയറിയിട്ടില്ല ടൈമിലാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഇടൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. ബൈ.